ജീവൻ ഭൂമിയിലെ ഏറ്റവും വലിയ മിറക്കിളും അതുപോലെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററിയും. പക്ഷേ ഈ ജീവൻ ഉണ്ടായത് ജീവനില്ലാത്ത കുറച്ച് കെമിക്കലുകളിൽ നിന്നുമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഐഡിയയുടെ പേരാണ് അബിയോജെനസിസ്. പലരും ഇതിനെ ഡാർവിന്റെ എവല്യൂഷൻ തിയറിയുമായി മിക്സ് ചെയ്യാറുണ്ട്. പക്ഷേ രണ്ടും രണ്ടാണ്. എവല്യൂഷൻ തിയറി ഫോക്കസ് ചെയ്യുന്നത് ആദ്യത്തെ സിമ്പിൾ ലൈഫ് പിന്നെ എങ്ങനെ കോംപ്ലക്സ് ലൈഫ് ഫോമായി മാറി എന്നാണ്. പക്ഷേ അബിയോജെനസിസ് ചോദിക്കുന്നത് അതിനു മുൻപ് ആദ്യത്തെ ജീവൻ എങ്ങനെയുണ്ടായി എന്നാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഇന്നത്തെ പോലെ ശാന്തമായിരുന്നില്ല. തിളച്ചുമറിയുന്ന സമുദ്രങ്ങൾ, നിർത്താതെ പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതങ്ങൾ, വിഷവാതകങ്ങൾ നിറഞ്ഞ അന്തരീക്ഷം, ഇടിമിന്നലുകളും പേമാരിയും, ശരിക്കും ഒരു നരകം പോലെയുള്ള ലോകം. ഒരിക്കലും ജീവൻ നിലനിൽക്കാൻ പറ്റാത്ത ഈ നരകത്തിൽ നിന്നാണ് ആദ്യത്തെ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായത് എന്നാണ് സയന്റിസ്റ്റുകൾ കരുതുന്നത്. പക്ഷേ ഇത് വെറും ഒരു തിയറി മാത്രമാണോ? അല്ല. 1952 നടന്ന പ്രശസ്തമായ മില്ലർ-യുറി എക്സ്പെരിമെന്റ് ഈ തിയറിക്ക് വലിയ സപ്പോർട്ടാണ് നൽകിയത്. സയന്റിസ്റ്റുകൾ ആദ്യകാല ഭൂമിയുടെ അതേ കണ്ടീഷനുകൾ ഒരു ലാബിൽ റീക്രിയേറ്റ് ചെയ്തു. പിന്നെ അറ്റ്മോസ്ഫിയറിൽ മിന്നൽ ഉണ്ടാകുന്നത് പോലെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഷോക്കിംഗ് ആയിരുന്നു. ആ ഡെഡ് കെമിക്കൽസിൽ നിന്നും ജീവന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കായ അമിനോ ആസിഡ് സ്വയം രൂപപ്പെട്ടു. അതായത് ജീവൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു മാജിക് പോലെ പ്രത്യക്ഷപ്പെട്ടതല്ല. ശരിയായ കണ്ടീഷനുകൾ കിട്ടുമ്പോൾ കെമിസ്ട്രിക്ക് തന്നെ ബയോളജിയുടെ ആദ്യ പടിയാകാൻ സാധിക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഒരു വലിയ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അമിനോ ആസിഡിൽ നിന്നും ആദ്യത്തെ ലിവിംഗ് സെൽ എങ്ങനെയാണ് ഉണ്ടായത്?